വളപ്പൊട്ടുണ്ട് എൻ്റെ കയ്യിൽ, ഒരു മയിൽപ്പീലിയുണ്ട് എൻ്റെ ഉള്ളിൽ. വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണ് എനിക്കെന്നും. പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഓർത്തത് കുഞ്ഞുണ്ണി മാഷെക്കുറിച്ചാണ്. അതെ, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും ഇതുപോലെയാണ്. അവർ നമുക്കരികിൽ നിന്നും വേർപിരിഞ്ഞപ്പോൾ ഉണ്ടായ വേദനകൾ ഒരിക്കലും ആയില്ലെങ്കിലും അവർ സമ്മാനിച്ചു പോയ നല്ല നിമിഷങ്ങൾ, പ്രതിഭ കൊണ്ട് അവർ നമ്മെ വിസ്മയിപ്പിച്ച മുഹൂർത്തങ്ങൾ എല്ലാം വളപ്പൊട്ടുകളും മയിൽപ്പീലിയും പോലെ ഇടയ്ക്കെടുത്ത് ഓമനിക്കുവാൻ നമുക്കേറെ ഇഷ്ടമാണ്. ആ ഇഷ്ടങ്ങളിൽ നിന്നാണ് ഈ പുതിയ പരിപാടിയുടെ പിറവി. ഓർമ്മയിൽ എന്നും. ഓർക്കുന്നത് വ്യക്തികളെയാണെങ്കിലും മുന്നിലെത്തുന്നത് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ്. മലയാള സിനിമയുടെ ചരിത്രം കൂടിയാണ്. ബെഞ്ച് മാർക്ക് എന്നൊരു ഇംഗ്ലീഷ് പദം നമ്മളിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അത്ര പെട്ടെന്ന് ആർക്കും തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകൾ, അത്ര വേഗത്തിൽ ആർക്കും എത്തിച്ചേരുവാൻ കഴിയാത്ത ഉയരങ്ങൾ, ആഴങ്ങൾ, അങ്ങനെ പലതിനും ഈ പദം നമ്മുടെ വിരൽത്തുമ്പിലെത്തുന്നു. മറ്റേത് മേഖലയിലും എന്ന പോലെ നമ്മുടെ ചലച്ചിത്ര മേഖലയിലും ചരിത്രമായ എത്രയോ ബെഞ്ച് മാർക്കുകളുണ്ട്. അതെ, ചരിത്രമേറെയുള്ള മലയാള സിനിമയിൽ അയാൾ പോലും അറിയാതെ ചരിത്രമായി മാറിയ ഒരു മനുഷ്യൻ, അയാൾ സ്ഥാപിച്ച ബെഞ്ച് മാർക്കുകൾ അത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പോലും ആവുന്നതല്ല. അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയ്ക്ക് അയാൾ സമ്മാനിച്ച താരപ്പകിട്ട്. അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയിൽ അയാൾ സ്ഥാപിച്ച റെക്കോർഡുകൾ. അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയിൽ അയാളുടെ മനുഷ്യത്വം. സുമുഖനും സുന്ദരനുമായ ഒരു നായകന് തലമുറകൾ അളവും അതിരും ആഴവും നിർണയിച്ചത് ഈ മനുഷ്യനെ വെള്ളിത്തിരയിൽ കണ്ടായിരുന്നു. ഇനി എത്ര തലമുറകൾ ഇവിടെ വന്നു പോയാലും അവർക്ക് മുന്നിലെ നിത്യഹരിത നായകനായി മറിക്കും തോറും വിസ്മയമേറുന്നൊരു ചരിത്ര പുസ്തകമായി ഒരാൾ. ഇന്ന് ആദ്യ അധ്യായത്തിൽ ഓർമ്മയിൽ എന്നും പ്രേം നസീർ. എന്റെ പേര് ആരോമലുണ്ണി. ആ ചെക്കന്മാര് പറയാ എനിക്ക് ഭ്രാന്താണെന്ന്. നസീർ മിണ്ടാത്തതെന്താണു തത്തേ? ഈ നമ്പിയുടെ മുഖത്ത് നോക്കി വാളെടുക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു? സ്വർഗത്തെക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം. രാവും പകലും പണിയെടുത്തിട്ടും പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഈ രാജ്യത്ത്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. പതുക്കെ മണിയടിക്കും, പള്ളിമണി ആയാലും പൊട്ടിപ്പോകും. നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ? നിത്യഹരിത നായകനെ കുറിച്ചാണ് ഈ ആദ്യ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു അധ്യായം ആരംഭിക്കുമ്പോൾ അതിലാദ്യമായി പേര് വരേണ്ടത് തീർച്ചയായും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ മലയാളത്തിന്റെ നിത്യഹരിത നായികയുടെ പേരാണ്. അതിഥിയായി ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ ആദ്യ എപ്പിസോഡിലെ ആദ്യ അതിഥിയായി സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഷീലാമ്മ. ഷീലാമ്മ, സ്വാഗതം ഓർമ്മയിലെന്നും എന്ന ഈ പുതിയ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ അതിഥിയാണ്. സാന്നിധ്യം കൊണ്ട് തന്നെ ഈ പരിപാടിയെ സമ്പന്നമാക്കിയതിന് ഹൃദയപൂർവ്വം നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. സന്തോഷം, വളരെ സന്തോഷമുണ്ട് എന്നെ വിളിച്ചതിനും. എന്നെ എങ്ങനെയെങ്കിലും ഓർക്കാൻ സാധിച്ചല്ലോ ജനങ്ങൾക്കെല്ലാം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റ് അതിഥികളിലേക്കും സംസാരങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി അമൃത ടിവിയുടെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ, ചീഫ് ക്യാമറാമാൻ ജയൻ കണ്ണമൂല, രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സിന്റെ ഭാഗത്തു നിന്നും ശ്രീ മണി നാരായണൻ, ഈ പരിപാടിയുടെ സംവിധായകനായ ഹരി പി നായർ.
മലയാള ചലച്ചിത്രവേദിയിലെ അനശ്വര നക്ഷത്രങ്ങളായ അതുല്യ പ്രതിഭകളെ അനുസ്മരിക്കുവാൻ അവസരമൊരുക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ഓർമ്മയിൽ എന്നും എന്ന ഈ പരിപാടിയിലൂടെ നമ്മളേറെ ആരാധിക്കുന്ന, ആദരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ചലച്ചിത്ര പ്രതിഭകളെ ഒന്നുകൂടെ ഓർക്കുകയാണ്. രമേഷ് പിഷാരടി എൻ്റർടൈൻമെൻറ്റ്സിനും അമൃത ടി വിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇങ്ങനൊരു പരിപാടി ഒരുക്കാൻ അവസരം നൽകിയതിൽ. താങ്ക് യു സോ മച്ച്. പിഷാരടി എൻ്റർടൈൻമെൻറ്റ്സും അമൃത ടി വിയും ഒന്നിച്ച് ഈ പറഞ്ഞ പോലെ ഒരു 4 വർഷമായിട്ടുള്ള ഒന്നിച്ചുള്ള യാത്രയാണ്. അതിൽ പുതിയൊരു ഷോ ഓർമ്മയിലെന്നും അത് തുടങ്ങാൻ ഷീലാമ്മ എത്തി. അമൃത ടി വിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. അമൃത ടി വിയും രമേഷ് പിഷാരടി എൻ്റർടൈൻമെൻറ്റും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഓർമ്മയിലെന്തും എന്ന് പറയുന്ന ഈ ഒരു പരിപാടി തീർച്ചയായും അമൃത ടി വിയുടേത് മാത്രമല്ല, ടെലിവിഷൻ്റെ തന്നെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരിക്കും എന്നതിലൊരു യാതൊരു സംശയവുമില്ല. പിഷാരടിക്കും പിഷാരടിയുടെ സംഘത്തിനും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ശീലാമ്മ, ഓർമ്മയുടെ താളുകൾ ഇങ്ങനെ മറച്ച് തുടങ്ങുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷനിൽ കണ്ട, സ്ക്രീനിൽ കണ്ട ആളുകൾ എന്നതിനപ്പുറം ആ കാലഘട്ടത്തിലെ സിനിമ നിർമ്മാണം, വിതരണം, തിയേറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടറിവുകൾ മാത്രമാണ്. അത് നിങ്ങളെയാണ് മറ്റുള്ളവർ കണ്ടറിഞ്ഞത്. അത്രയധികം ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഇത്രയധികം ഭാഷകൾ, ഇത്രയധികം സിനിമ ഇൻഡസ്ട്രികൾ ലോകം മുഴുവൻ, ഇന്ത്യയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, ലോകം മുഴുവൻ ഉണ്ടെങ്കിലും ഒരു വേൾഡ് റെക്കോർഡ് 130ഓളം ചിത്രങ്ങളിൽ നായികനായകന്മാരാവുക എന്ന് പറയുന്ന ഒരു വേൾഡ് റെക്കോർഡിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, കുറച്ച് വിദൂരമായൊരു ഭാവിയിൽ ഈ റെക്കോർഡുകൾ തകർക്കപ്പെടും എന്ന്. അങ്ങനെ എന്തെങ്കിലും ഈ അഭിനയിക്കുന്ന ഇത്രയും സമയം നമ്മൾ ഒന്നിച്ച് ചെലവഴിക്കുന്നതിനിടയിൽ ഇതൊരു അത്ഭുതമായി, ഇത്ര സിനിമയായി നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്രയും എണ്ണം കഴിഞ്ഞു എന്നൊക്കെ എപ്പോഴെങ്കിലും സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഒന്നിച്ചുള്ളപ്പം? ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എല്ലാവരും പറയുന്നു 107, 110, 130 എത്രയോ പടങ്ങൾ ഒരുമിച്ചായി, അത് കാരണമാണ് ഗിന്നസ് ബുക്കിൽ നിങ്ങളുടെ പേര് വന്നതെന്ന് പറയുന്നു. അങ്ങനെയാണോ എന്ന് ഞാൻ ചോദിക്കും. എനിക്കറിയില്ല, അതിൻ്റെ കണക്കൊന്നും അറിയില്ല. ഇനി ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 5, 6, 7, 8 പടങ്ങൾ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രേമിക്കും, കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ആ പെണ്ണോടനെ ഇവിടെ നിന്ന് കുറേ കാശൊക്കെ ഉണ്ടാക്കി അവർ പോയി വേറെ കല്യാണം കഴിക്കും, ഇയാൾ വേറെ കല്യാണം. അല്ലെങ്കിൽ തന്നെ പ്രേക്ഷകർ പറയും ഈ ജോഡി എത്രയായി, മടുത്തു എന്ന് പറയും, അവർക്ക് മടുത്തു. പക്ഷെ അന്ന് ടെലിവിഷൻ ഇല്ല, വേറെ ഒന്നും ഇല്ലാത്തൊരു കാലത്തായിരുന്നു ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു വഴിയില്ല. ഇപ്പോൾ വന്ന് നോർത്ത് നിന്നും കർണാടകത്തു നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ കുറേ പെണ്ണുകൾ വരുന്നു, കുറേ ആണുങ്ങളും വരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ. അവർക്ക് വേറെ ചോയ്സ് ഇല്ല, ഷീല നസീർ എന്നല്ലാതെ വേറെ ചോയ്സ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ സമയത്ത് അങ്ങനെ വേറൊരു ചോയ്സ് വന്നാലും ഞാൻ അതുകൊണ്ടാണ് അന്നത്തെ പ്രേക്ഷകന്റെ കാര്യം വന്നത്. ഈ പ്രേക്ഷകർ സമ്മതിക്കണമല്ലോ. അല്ലെ, ഇപ്പൊ ഒരു 5 പടം അഭിനയിച്ചു, അത് വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു പക്ഷേ അന്നും മാറ്റപ്പെട്ടു, നമുക്കറിയില്ല. ഇത്ര വലിയൊരു റെക്കോർഡ് മാത്രമല്ല, ഞാനിങ്ങനെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി നോക്കുമ്പം വീണ്ടും തകർക്കാനാവാത്ത റെക്കോർഡുകളിൽ ഒന്നുള്ളത് ഏതാണ്ട് 700ഓളം സിനിമകളിലാണ് നസീർ സാർ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. 700 1000 പടങ്ങൾ അങ്ങേരെ അഭിനയിച്ചിട്ടുണ്ട്. നായകനാ പറഞ്ഞേ, സിനിമ 1000, നായകൻ മാത്രം 700. ഇന്നിപ്പോ ഇത് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു നായകനെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, അതിന്റെ ഒരു കാലപരിധി, അതിന്റെ ഒരു വലുപ്പം. 725 സിനിമകളിലാണ് നായകനായിട്ട്. അങ്ങേരെ അഭിനയിച്ചതുപോലെ നൈറ്റ് ആൻഡ് ഡേ ആരും അഭിനയിച്ചിട്ടില്ല. അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അഭിനയിച്ചത് കേട്ടോ. ചുമ്മാ അതൊന്നും ഒരു പടം 2 പടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്ലോക്കിൽ കിട്ടും. പിന്നെ ഇത്ര കാലങ്ങളോളം ഇപ്പോഴും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും അങ്ങേരെ പറ്റി ഓർമ്മിക്കാന്ന് വെച്ചാൽ അങ്ങേരെ ഹാർഡ് വർക്കാണ് അതിൻ്റെ കാര്യം. പിന്നെ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വൈബ്രേഷൻ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ, അത് ആരുടെ കഷ്ടവും ഒരു പ്രൊഡ്യൂസറും കഷ്ടപ്പെടാൻ പാടില്ല. അങ്ങേരുടെ കാര്യത്തിൽ നോക്കിയാൽ അങ്ങനെയാണ്. അങ്ങേരുടെ സ്വഭാവം അതാണ്. പ്രൊഡ്യൂസേഴ്സ് എല്ലാം ആരും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത്രയും പടങ്ങൾ, ഇത്രയും 10-20 കൊല്ലം ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ദേഷ്യപ്പെട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ദേഷ്യപ്പെട്ടേ എന്താ അങ്ങനെ ചെയ്തത് എന്ന് പോലും, അല്ലെങ്കിൽ താഴെ വീണല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യർ ഇത്രയും സിനിമ ഇത്ര അധ്വാനിക്കുമ്പം, ഉറക്കം നിൽക്കുമ്പം, യാത്ര ചെയ്യുമ്പം, ഇത്ര അധികം കഥാപാത്രങ്ങളായിട്ട് മാറുമ്പം ഒരാൾക്ക് ദേഷ്യം വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണല്ലോ.
ശരി, അതെ. ഇല്ലേ? അത് ജനനീയമുള്ളൊരു സ്വഭാവങ്ങളാണ്. പെട്ടെന്ന് അഭിനയിക്കാൻ വെച്ചാൽ കുറച്ച് നാൾ, ഒരു കൊല്ലം അഭിനയിക്കാം, 2 കൊല്ലം അഭിനയിക്കാം. പക്ഷേ ജനനീയ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണ് അങ്ങേര്.